അണ്ണാ 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 ഒരു ഇര വലയെ കുടുങ്ങി. ഓമൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. യസക്കുട്ടി എല്ലാ ദിവസവും കളിക്കാറുണ്ടോ? അതെന്തിനാണെന്നറിയോ? വീട്ടിൽ ചെല്ലുമ്പോ മറന്നു. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. എന്റെ പേര് ഇസാന്നാണ്. നല്ല പേര്. ഓമൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. യസക്കുട്ടി എല്ലാ ദിവസവും കളിക്കാറുണ്ടോ? നമുക്കൊന്ന് കളിച്ചാലോ? എന്ത് കളിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഇപ്പൊ കളിയെന്ന് ഉദ്ദേശിക്കുമ്പോ ഇപ്പം ഞാൻ കളിക്കാറുണ്ട്. നീ എന്ത് പറയുന്നു? എന്ത് കളി? ഒരു കളി എന്താ പറയണ്ടേ, ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ ഞാൻ കളിക്കാറുണ്ട്. അപ്പൊ ആ കളിയിൽ ഞാൻ നല്ല സന്തോഷം കണ്ടെത്താറുണ്ട്. നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചെടുക്കും. എനിക്ക് ഭയങ്കര സുഖമാണ് കളി. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. എനിക്ക് കളിച്ചിനി ഉറക്കം വരില്ല. ഇവള് നമ്മളെക്കാളും തറയടാ. കാരണം എന്താണ്, ഞാൻ കളീനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവള് നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എനിക്ക് കളി എന്ന് പറയുമ്പോൾ എന്നെ ഉറക്കം വരെ തരുന്നത് എന്നെ ആ കളിയാണ്. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. കളിച്ചാൽ ഞാൻ നന്നായിട്ട് വേർക്കും എന്നുള്ളതാണ് അതിന്റെ വേറൊരു സത്യാവസ്ഥ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. കളിച്ച് ഞാൻ ടയർഡാവും. അത്ര ക്ഷീണം വരും എനിക്ക്. സ്വാഭാവികം. അതുകൊണ്ട് ഇതാകുമ്പോ എനിക്ക് കുഴപ്പമില്ല, പൊങ്ങിച്ചാടി ഇങ്ങനെ ഇത് കളിക്കാലോ. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. അപ്പൊ ആ ഒരു കളി നല്ല സുഖം തോന്നി. മൂഡ് കണ്ടേനിപ്പോ. കാരണം പൊങ്ങുക താഴെ അങ്ങനെ ചെയ്യുന്നത് നല്ല ഇതാണ് എനിക്ക് തോന്നി. കാരണം ബോഡി ഫുള്ള് ഒന്ന് അനങ്ങാണല്ലോ. ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. കളി എന്താണെന്ന് അറിയണ്ടേ? കുട്ടികളുടെ കളിയാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് പാടമാണ്. പാടം ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടും ആണെങ്കിലോ. പാടത്ത് ഒരു 5-8 കുട്ടികള് എന്താന്ന് വെച്ചാ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. ഷട്ടിൽ കളിക്കാൻ വരും. എന്നിട്ട് അപ്പൊ ആ ഷട്ടിൽ ഞാൻ കളിക്കും കൂടെ. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. അപ്പൊ അതാണ് ആ കളി, എന്റെ കളി. ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. കളി കളിച്ചാൽ ഞാൻ നന്നായിട്ട് വേർക്കുകയും ചെയ്യും, നന്നായിട്ട് ടയർഡ് ആവുകയും ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? അതാണ് എന്റെ കളി. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. അപ്പൊ ആ കളി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. നിങ്ങൾ ഉദ്ദേശിച്ച ഏത് കളിയാന്ന് എനിക്കറിയില്ല, എനിക്ക് വ്യക്തമായിട്ടില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണ എന്നെ പറ്റി.